നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ഉത്തർപ്രദേശിൽ നിന്നും ജയിച്ചു വന്ന പ്രതിപക്ഷ എംപിമാർ, അതായത് ഇന്ത്യ മുന്നണിയുടെ 43 എംപിമാർ ഒരേ സ്വരത്തിലാണ് ലോക്സഭയിൽ ശക്തമായി BJPയുടെ വർഗീയ മുഖത്തിന് മറുപടി കൊടുക്കുന്നത്. BJP കോൺഗ്രസ് ഒറ്റതിരിഞ്ഞ് ആക്രമിക്കാൻ ശ്രമിക്കുന്ന സംഭവങ്ങൾ എല്ലാം തന്നെ പ്രതിപക്ഷം ഐക്യത്തോടെ സ്വീകരിക്കുന്നു എന്നതാണ് മോദിയെ ഏറ്റവും കൂടുതൽ അലോസരപ്പെടുത്തുന്നത്. രാഹുൽ ഗാന്ധിക്ക് ബാലൻ്റെ ബുദ്ധിയാണെന്നും നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന എംപിമാരുടെ എണ്ണം നോക്കിയാൽ ലോക്സഭയുടെ റിസൾട്ട് വന്നപ്പോൾ 99 സീറ്റ് മാത്രമേ കോൺഗ്രസ്സിന് കിട്ടിയുള്ളൂ, അത് 100-ലല്ല 543-ലാണ് എന്ന് ഓർമ്മിക്കണം എന്ന് പറഞ്ഞാണ് രാഹുൽ ഗാന്ധിയെ പരിഹസിക്കാൻ നരേന്ദ്രമോദി ശ്രമിക്കുന്നത്. പക്ഷേ പ്രതിപക്ഷം ഒന്നടക്കം ഒരേ സ്വരത്തിൽ പറയുന്നു, ഞങ്ങൾക്ക് മൊത്തത്തിൽ കിട്ടിയത് 234 സീറ്റുകളാണ്, നിങ്ങളെക്കാളും 6 സീറ്റിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. BJPയുമായി താരതമ്യം ചെയ്തു നോക്കിയാൽ നിങ്ങൾ എന്ന് പറയുന്നത്, നിങ്ങളുടെ പാർട്ടി എന്ന് പറയുന്നതിലെ നേതാക്കളെല്ലാം തന്നെ RSSൽ നിന്ന് വന്നവരാണോ? അല്ലല്ലോ. നിങ്ങൾ പലരെയും ചാക്കിട്ട് പിടിച്ച് പണാധിപത്യം ഉപയോഗിച്ചും ഭീഷണിപ്പെടുത്തിയും ഒക്കെയാണ് പല നേതാക്കളെയും അങ്ങോട്ടേക്ക് ഉൾപ്പെടുത്തിയത്. മഹാരാഷ്ട്രയിൽ നിങ്ങൾ നോക്കൂ, പല സംസ്ഥാനങ്ങളിലും നിങ്ങൾ ചെയ്യുന്ന രാഷ്ട്രീയ അടവ് അതുതന്നെയല്ലേ? ഇതാണ് പ്രതിപക്ഷത്തിരിക്കുന്ന എല്ലാ പ്രതിപക്ഷ പാർട്ടിയുടെയും കക്ഷി നേതാക്കൾ പറയുന്നത്. അതിലേറ്റവും വീരോചിതമായി പറയുന്ന അഖിലേഷ് യാദവ് തന്നെയാണ്. നമുക്കറിയാം, ഉത്തർപ്രദേശിൽ നിന്നുള്ള നേതാവായിട്ടുള്ള സമാജ്വാദി പാർട്ടിയുടെ നേതാവായിട്ടുള്ള അഖിലേഷ് യാദവ് അതിശക്തമായി BJPയെ നീറ്റ് എക്സാം നടത്തിപ്പും അതുപോലെ തന്നെ നിരവധിയായ പൊതുപരീക്ഷകളും വലിയ രീതിയിൽ ചോദ്യപേപ്പർ ചോർച്ച നടക്കുന്നതിനെക്കുറിച്ച് എടുത്തു പറഞ്ഞു, നിങ്ങൾ വിദ്യാഭ്യാസ മേഖലയെ തീറെഴുതി വിറ്റ് കഴിഞ്ഞിരിക്കുന്നു, നിങ്ങൾ എങ്ങനെയാണ് ഈ പരീക്ഷകൾ നടത്തുന്നത് എന്നുള്ളത് ജനങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ EVM പോലെ തന്നെയാണ് നിങ്ങളുടെ ഇത്തരത്തിലുള്ള പ്രവണതയും. ഇത് കാലാകാലങ്ങളിലായി നിങ്ങൾ അവലംബിക്കുന്ന കാര്യമാണ്. ഞങ്ങൾ ഭരിച്ചിരുന്ന 5 കൊല്ലം 2012 മുതൽ 2017 വരെ ഒരിക്കലും ചോദ്യപേപ്പർ ചോർച്ച നടന്നിട്ടില്ല. എന്നിട്ടും നിങ്ങൾ ഗുണ്ടാരാജെന്നും ജംഗിൾ രാജെന്നും വിളിച്ച് ഞങ്ങൾ ഇപ്പോഴും പരിഹസിക്കുന്നു. നിങ്ങൾ എങ്ങനെയാണ് സീറ്റുകൾ നൽകുന്നതെന്ന് കൃത്യമായി അറിയാം. പ്രത്യേക മതവിഭാഗക്കാരെ മാത്രം നിങ്ങൾ അംഗീകരിക്കുന്നു, മറ്റുള്ളവരൊന്നും ഇന്ത്യക്കാരല്ല എന്നുള്ള രീതിയിലാണ് നിങ്ങളുടെ രീതിയും നിങ്ങളുടെ സംസാരവും. അതിന് ജനങ്ങൾ മറുപടി നൽകിയിരിക്കുന്നു. ഉത്തർപ്രദേശിൽ ഇനി ആ പരിപ്പ് വേഗില്ല എന്ന് മാത്രമല്ല, നിങ്ങൾ എങ്ങനെയാണ് വർഗീയ കാർഡ് ഇറക്കാൻ ശ്രമിച്ചതെന്ന് കൃത്യമാണ്. നേരത്തെ കോൺഗ്രസ് നേതാവായ രാഹുൽ ഗാന്ധി, കോൺഗ്രസിൻ്റെ മാത്രമല്ല ഇന്ത്യ മുന്നണിയുടെ കൂടി പ്രതിപക്ഷ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധി, അവധേശ് പ്രസാദ് എന്ന അയോധ്യ ഉൾപ്പെടുന്ന ഫൈസാബാദിൽ ജയിച്ച MPയെ കൈ ഉയർത്തിപ്പിടിച്ച് നിങ്ങൾ എങ്ങനെ വിജയിച്ചു എന്നുള്ളത് ഈ രാജ്യത്തിന് മാതൃകയാണ് എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞിരുന്നു. നമുക്കറിയാം, ഇന്ത്യ മുന്നണി ഈ വരും നാളുകളിൽ നടത്തുന്ന പോരാട്ടം അത്യുജ്വലമായിരിക്കുമെന്ന് ഓം ബിർള എന്ന സ്പീക്കർക്കറിയാം. സ്പീക്കർ സ്ഥാനത്ത് നിന്നും സത്യത്തിൽ അദ്ദേഹത്തിന് രാജിവെക്കണം എന്ന് വരെ തോന്നുന്ന ഒരു സാഹചര്യമാണ്. കാരണം ഓം ബിർളയ്ക്ക് കൃത്യമായി അറിയാം, സഭ നിയന്ത്രിക്കുക അസാധ്യമായി കഴിഞ്ഞിരിക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമാണ്. കാരണം പ്രധാനമന്ത്രിയുടെ ഗീർവാണത്തിന് മുമ്പിൽ കമാന്നൊരക്ഷരം മിണ്ടാതെ കേട്ടു നിൽക്കാൻ പ്രതിപക്ഷം തയ്യാറാകുന്നില്ല. പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങി സംഭവബഹുലമായ പ്രക്ഷോഭം നടത്തുമ്പോൾ സ്പീക്കർ ഓം ബിർളയ്ക്ക് ഒന്നും പറയാൻ കഴിയാതെ അന്താളിച്ചിരിക്കുകയാണ്. സഭയിൽ കാണിക്കുന്ന പ്രതിപക്ഷത്തോടുള്ള മര്യാദകേടിനെ പൊളിച്ചടുക്കിക്കൊണ്ട് രാഹുൽ ഗാന്ധി വരുമ്പോൾ ഓം ബിർളയ്ക്ക് മറ്റെന്താണ് പറയാൻ കഴിയുക?